ചെക്കൻ്റെ വീട്ടുകാർക്ക് എൻ്റെ 24-ാമത്തെ വയസ്സിലെ ഫോട്ടോ എടുത്തു കൊടുത്തിട്ട് പിന്നെ അവർ നേരിൽ കാണുമ്പോൾ ഇറങ്ങിപ്പോയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. മക്കളെ, നിന്റെ ലേറ്റസ്റ്റ് ഫോട്ടോ കൊടുക്കുമ്പോഴേ പെണ്ണിന് കുറച്ച് പ്രായം തോന്നിക്കണുണ്ടെന്നൊരു പരാതി. അതുകൊണ്ടാണ് മക്കളെ മാമിയെ ഒന്നും തോന്നുന്നില്ലേ. പ്രായക്കൂടുതൽ തോന്നുന്നതല്ല, വയസ്സ് 32ആയി. ഇനി നിങ്ങളെ രണ്ടിനും വിശ്വസം നടന്ന ഈ ജന്മത്തൻ്റെ കല്യാണം നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇടി വിഷമിക്കാതെ, ഈ വർഷം ഉറപ്പായിട്ട് കല്യാണം നടക്കുന്ന ജോസ്യം പറഞ്ഞിരിക്കുന്നത്. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുതേ. അമ്മയുടെ ജോലിസിനല്ലേ പറഞ്ഞേ എന്തൊക്കെ സംഭവിച്ചാൽ 26-ൽ എൻ്റെ കല്യാണം നടക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ 30 ചാടി. ഇപ്പം വയസ്സ് 32ആയി. എന്നിട്ടും അമ്മ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടല്ലോ. അതാ കൊച്ചു പറഞ്ഞത് കാര്യമാണ്. ഞാൻ തന്നെ എത്ര നല്ല ആലോചനകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ 1-2 കൊച്ചിന് ഇഷ്ടപ്പെട്ടതുമാണ്. അപ്പം ചേച്ചിയുടെ ജോലിസിന് പൊരുത്തമില്ല, ജാതകം ചേരൂല, ഓരോന്ന് പറഞ്ഞ് കുളമാക്കിയിട്ട് എൻ്റെ കമ്മീഷനും പോയി എന്നും പറഞ്ഞു ജാതകം നോക്കാതെ കെട്ടിച്ചു വിടാൻ പറ്റുമോ? കൊച്ചിനും വല്ലതും സംഭവിച്ച ആര് സമാനം പറയും? അയ്യോ, അമ്മയുടെ ജോലിസിന്റെ ഗുണമൊന്നും എൻ്റെ അടുത്ത് പറയല്ലേ. 10 പൊരുത്തമാണെന്നും പറഞ്ഞ് കെട്ടിച്ചു വിട്ട ചിന്നുവിൻ്റെ കാര്യം ഇപ്പം എന്തായി? വർഷം 3 തികയുന്നതിന് മുമ്പ് അവള് ഡിവോഴ്സായി വീട്ടിൽ വന്നിരിപ്പുണ്ട്. മക്കളെ, ബാക്കി ആരെയും നീ നോക്കണ്ട. ഇത് മാമിയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. 6 മാസത്തിനുള്ളിൽ നിന്റെ കല്യാണം ഈ രേണുക നടത്തിത്തരും. ആ ആലോചന പോണെങ്കിൽ പോട്ട്. 3 മാസത്തിനുള്ളിൽ മോളെ കല്യാണം ഈ രേണുക നടത്തിത്തരും. രേണുക പറഞ്ഞതാ, എനിക്ക് ഉറപ്പാ. ഈ വർഷം മോളെ കല്യാണം ഈ മാമി നടത്തിത്തരും. രേണുക പറഞ്ഞതുപോലെ ചെയ്യണവാ. ചേച്ചി, നല്ലൊരു പയ്യനെ കൊണ്ട് ഞാൻ ഉടനെ വരാമേ. മോളെ രേണുക എന്തോ മലമറിക്കുമെന്നല്ലേ? എടി, നീ ആര്യനെ ഫേസ്ബുക്കിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ ബ്ലോക്ക് ചെയ്തോ? ഇന്നലെ അവളെന്നോട് ചോദിച്ചതാ. അവളെ മാത്രമല്ല, നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള കുറേ എണ്ണത്തിനെ ഞാൻ ബ്ലോക്ക് ചെയ്തിരിക്കും. ഭ്രാന്തവർക്കൊക്കെ രാവിലെ അങ്ങ് തുടങ്ങും. മൈ ഹബ്ബി, മൈ ഹസ്ബൻഡ് ഈസ് മൈ വേൾഡ്, മൈ 2nd month ആനിവേഴ്സറി, മൈ 3rd month ആനിവേഴ്സറി. ഓ എടി, ഒരു മര്യാദ ഇല്ലേ? അതിലിപ്പോൾ നിനക്കെന്താ? എടി, വർഷത്തിൽ ഒരു ആനിവേഴ്സറി പോസ്റ്റ് ഇട്ടാൽ സഹിക്കാം. ഈ മാസം തന്നെ ഇങ്ങനെ വെറുപ്പിക്കുന്നേ. എടി, നീ അത് വിട്. നിന്റെ കല്യാണാലോചന ഇതുവരെ? അത് കഴിഞ്ഞ് 8 വർഷമായിട്ട് അടിപൊളിയായിട്ട് നടപ്പുണ്ടല്ലോ. ആ പിന്നെ എൻ്റെ കല്യാണം നടക്കാത്തതിന് എന്നേക്കാ പ്രശ്നം എൻ്റെ നാട്ടുകാർക്ക്. പിന്നെ കുറേ മാമിമാരുണ്ട്, മോളെ മുടി നരച്ചല്ലോ, കല്യാണം ഇതുവരെ ആയില്ലേ എന്നൊക്കെ പറഞ്ഞ് വന്ന് കളിയാക്കിയിട്ട് പോകും. ചേച്ചി, ഞാൻ ഇറങ്ങുവാണേ. ആ ശരിടാ. ആൻറ്റി ബൈ. ആൻറ്റിയാ? എടി, എന്നെ കണ്ട ഞാൻ ആൻറ്റിയെ പോലെ ഉണ്ടോ? നോക്കിക്ക്. എടി, ഇനി ഇതുകൊണ്ടാണ് ചെക്കന്മാരൊന്നും നോക്കാത്തത്? ചെക്കന്മാരൊന്നും നോക്കുന്നില്ല എന്ന് എനിക്ക് വെറുതെ തോന്നുന്നതാ. ഒരാൾ നിന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ നമ്പർ മേടിച്ചിട്ടുണ്ട്. ആരാ? അതൊന്നും ഞാൻ പറയൂല, പക്ഷെ പുള്ളിക്കാരനെ വിളിച്ചോളൂ. നീ എന്തിനാ എന്നോട് ചോദിക്കാതെ എൻ്റെ നമ്പറൊക്കെ കൊടുത്തേ? ഓ, ഇപ്പം നമ്പർ കൊടുത്തതാണോ പ്രശ്നം? എന്നാ പിന്നെ ഞാൻ വിളിക്കണ്ടെന്ന് പറയാം. അല്ല, കുഴപ്പമില്ല, വിളിച്ചാട്ടെ. അതൊന്നും ഞാൻ പറയൂല, പക്ഷെ പുള്ളിക്കാരനെ വിളിച്ചോളൂ. ഹലോ. ഹലോ മാഡം, ഇത് ഹാപ്പി മാരി മാട്രിമോണിയൽ വെബ്സൈറ്റിൽ നിന്നാണ്. മാഡത്തിന്റെ പ്രൊഫൈൽ 4 മാസമായിട്ട് റിന്യൂ ചെയ്തിട്ടില്ലല്ലോ. ഹാപ്പി മാരി? എടോ, കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് ഞാൻ റിന്യൂ ചെയ്യല്ലേ. എന്നിട്ട് എനിക്ക് വേണ്ടി ഒരു ചെക്കനെങ്കിലും കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റിയോ? ഇനിയിപ്പോൾ ഞാൻ വീണ്ടും റിന്യൂ ചെയ്യണം അല്ലേ? താൻ ഫോൺ വെച്ചിട്ട് പോടാം. അയ്യോ വയ്ക്കല്ലേ. ചാന്ദിനി ഇവാനിയസിലല്ലേ പഠിച്ചേ? ആ, അതിന് ഞാൻ തൻ്റെ സീനിയർ ആയിരുന്നു. സീനിയർ ആണെന്നും പറഞ്ഞു എനിക്ക് റിന്യൂ ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. അയ്യോ അതല്ല, എനിക്ക് തന്നെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? എന്തിനാ? നേരിട്ട് കണ്ട് ക്യാൻവാസ് ചെയ്യാനോ? എടോ, തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ മനുഷ്യനെ മെനക്കെടുത്ത്?
എൻ്റെ നമ്പർ മാട്രിമോണിയിൽ കൊടുത്തിട്ടില്ലല്ലോ, അമ്മയുടെ നമ്പറല്ലേ? അയ്യോ, ഗായത്രി പറഞ്ഞ ആള്. ചേടാ കയ്യിൽ നിന്ന് പോയാ? എടാ നീയല്ലാതെ ഇപ്പം ആരെങ്കിലും മാട്രിമോണി സൈറ്റിൻ്റെ കാര്യം പറയാൻ പോവോ? നിനക്ക് മര്യാദയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ പോരായിരുന്നോ? എടാ ഞാൻ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതാ. പണി പാടിയെന്നാ തോന്നണേ. ആ എടാ ചാന്ദിനിയാ, ഡു യു നോ ഗായത്രി എന്ന് ചോദിക്കാം. എടാ യെസ് എന്ന് പറ. ഉയ്യോ. എടീ, നാളെ മീറ്റ് ചെയ്യാന്ന് പറയാം അവള്. ചാന്ദിനി ഇന്നലെ മാട്രിമോണിയൽ വെബ്സൈറ്റിൽ നിന്ന്, അയ്യോ വേണ്ട വേണ്ട വേണ്ട, ട്രീറ്റേ വേണ്ട. ചാന്ദിനി കോളേജിൽ പഠിക്കും. ഹായ് ചാന്ദിനി, ഞാൻ ജയറാം. ഇന്നലെ മാട്രിമോണിയൽ സൈറ്റിൽ നിന്ന് വിളിച്ചിരുന്നില്ലേ? അതിൻ്റെ റീജിയണൽ മാനേജറാ. ഞങ്ങളുടെ സീനിയറാന്നല്ലേ പറഞ്ഞ്? പക്ഷെ ഞാൻ കോളേജിൽ കണ്ടതായിട്ട് ഓർക്കുന്നില്ലായിരിക്കും. പക്ഷെ എനിക്ക് ചാന്ദിനെ പണ്ടേ അറിയാം. ഇങ്ങനൊരു മീറ്റിങ്ങിന് വേണ്ടി ഞാൻ പണ്ട് മുതലേ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരല്പം താമസിച്ചു പോയി. അധികമൊന്നുമില്ല, ഒരു 10-12 വർഷം. അല്ല, എൻ്റെ കൂടെ പഠിച്ച ചെക്കന്മാരൊക്കെ കല്യാണം കഴിഞ്ഞു, അവർക്കിപ്പോൾ പിള്ളേരുമായി. സീനിയറായിട്ടും എൻ്റെ കല്യാണം കഴിക്കാൻ ഞാൻ, അതും ഈ മാട്രിമോണിയിലൊക്കെ വർക്ക് ചെയ്തിട്ട്. അത് സത്യം പറഞ്ഞാൽ അന്ന് പഠിക്കുന്നത് മുതൽ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എങ്കിൽ പിന്നെ അന്നേ ഒന്ന് പറയായിരുന്നില്ലേ? പറയാത്തത് ചാന്ദിനി അന്ന് വരുന്ന പ്രപ്പോസലൊക്കെ റിജക്റ്റ് ചെയ്ത് തള്ളയല്ലായിരുന്നു. അത് മാത്രമല്ല, അന്ന് അതിനുള്ളൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഈ കോളേജിൽ പഠിച്ചിരുന്നപ്പം ഞാൻ കുറച്ചെങ്കിലും ഹോപ്പ് കൊടുത്തത് ആ കൊമേഴ്സിലുള്ള അരുണിനായിരുന്നു. ഇതൊക്കെ എങ്ങനെ അറിയാം? പക്ഷെ അരുണൊന്ന് പ്രപ്പോസ് ചെയ്തേ പിന്നെ ഞാൻ ആ ഏരിയ അവനെ കണ്ടിട്ടില്ല. അതും എനിക്കറിയാം, അവനെ ഓടിച്ചത് ഞാനാണല്ലോ. അപ്പം എൻ്റെ മാട്രിമോണി സൈറ്റിൽ നല്ല ആലോചന വരാത്ത ഇയാൾ കാരണം അല്ലേ? അയ്യോ, അതൊന്നും ഞാനല്ല, അതൊക്കെ തന്നെത്താനെ സംഭവിച്ചതാ. പിന്നെ ഒരു 3 വർഷം മുമ്പ് എൻ്റെ മാട്രിമോണിയൽ പ്രൊഫൈൽ സെറ്റാക്കി ഞാൻ തനിക്ക് അയച്ചായിരുന്നു. എനിക്ക് താൻ കാണാൻ ചാൻസ് ഇല്ല, അത് തൻ്റെ അമ്മ കണ്ടപാടി റിജക്റ്റ് ചെയ്തു. തൻ്റെ കുടുംബജോത്സ്യം പറഞ്ഞ നക്ഷത്രമായിട്ട് എൻ്റെ നക്ഷത്രം മാച്ചല്ലെന്ന്. അപ്പം ഒരറ്റംപ്റ്റൊക്കെ നടത്തി. ചെറുതായിട്ട്. ആക്ച്വലി ഇങ്ങനെ ഒരു മീറ്റിംഗ് ഒക്കെ എനിക്ക് പുതിയ എക്സ്പീരിയൻസാണ്. താൻ ആരെങ്കിലും പെണ്ണ് കാണാൻ പോയിട്ടുണ്ടോ? നന്നായി, നല്ല ബോറ. ആദ്യമൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഞാൻ ഈ പെണ്ണ് കാണാൻ അപ്രോച്ച് ചെയ്തത്. പിന്നെ പിന്നെ മടുപ്പായി. പാതി ആണുങ്ങൾക്കും വേണ്ടത് അവരുടെ അമ്മയെപ്പോലെ നന്നായി കുക്ക് ചെയ്യുന്ന, വീടൊക്കെ അടുക്കി പെറുക്കി വെക്കുന്ന ടിപ്പിക്കൽ ഹൗസ് വൈഫിനെ പോലെ പെരുമാറുന്ന പെൺപിള്ളേരെയാണ്. അല്ലാതെ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണെന്നോ ഡ്രീംസ് എന്താണെന്നോ ഒരാൾ പോലും ചോദിച്ചിട്ടില്ല. പിന്നെ ഏജ് ആയെന്നും പറഞ്ഞു
ഏതെങ്കിലും ഒരു കോന്തനെ കെട്ടാൻ വേണ്ടി കെട്ടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അതാണ്. ഇനി ഏതായാലും തൻ്റെ ആ പ്രശ്നങ്ങളൊക്കെ മാറിയില്ലേ? ഇത്രയും വർഷം തന്നെ സ്നേഹിക്കുകയും തന്നെയും തൻ്റെ ഡ്രീംസിനെയൊക്കെ മനസ്സിലാക്കുന്ന ഒരാളുടെ കയ്യിൽ തന്നെ വന്നല്ലോ. അത് തന്നെത്താൻ അങ്ങ് പറഞ്ഞാൽ മതിയോ? എൻ്റെ ഡ്രീംസിനെ കുറിച്ച് ജയറാമൻ എന്തറിയും? അതൊക്കെ എനിക്കറിയാം. എന്ത്? തമ്മാ ഇരിക്കും. ഇനി ഒന്ന് കണ്ണടച്ച്. ഒന്ന് കണ്ണടക്കിടോ. ഇതെങ്ങനെ? എടോ, ലണ്ടൻ ബിസിനസ് സ്കൂളിൽ പഠിക്കണമെന്നല്ല എന്താ എൻ്റെ ഏറ്റവും വലിയ ഡ്രീം. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ഇതിനു വേണ്ടി ട്രൈ ചെയ്യാറ്. ഈ വരുന്ന മാർച്ച് ഇൻടേക്കിൽ തനിക്ക് ജോയിൻ ചെയ്യാം. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജയറാം, ഇത് 2 ഇയർ പ്രോഗ്രാമാണ്. അപ്പോൾ ഞാൻ 2 ഇയേഴ്സ് അവിടെ ആയിരിക്കും ഉണ്ടാവുക. എടോ, 12 വർഷം എനിക്ക് തനിക്ക് വേണ്ടി കാത്തിരിക്കാൻ കഴിയും. ഈ ഒരു 2 വർഷം എന്നെ കൊണ്ട് പറ്റില്ലേ? താൻ പോയിട്ട് വേണം. അറ്റൻഡ് ചെയ്യും. മോളെ, ഈ വെള്ളിയാഴ്ച നിന്നെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. അവർക്ക് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നാ പറഞ്ഞേ. അതുമാത്രമല്ല 10ന് 10 പൊരുത്തവും ഉണ്ട്. ഇത് ഏതായാലും നടക്കും മോളെ. ചെറുക്കനും പെണ്ണിനും വല്ല സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. എന്തു പറ്റി ചാന്ദിനി? അമ്മ ഒരു കൂട്ടര് പെണ്ണ് കാണാൻ വരുന്നല്ലേ? അത് ഞാനാ. പിന്നെ ഒരു ട്വിസ്റ്റും കൂടെ ഉണ്ട്. അത് പറയണ ആക്ച്വലി തന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. നിന്റെ ബാക്കി കാര്യമൊക്കെ ഓക്കെയാണ്, പക്ഷെ ചാന്ദിൻ്റെ അമ്മയ്ക്ക് ജാതകമാണ് മെയിൻ. ഇവിടെ നിങ്ങളെ നക്ഷത്രങ്ങൾ പോലും ഒരു ചേർച്ചയില്ല. അതുകൊണ്ട് അങ്ങോട്ട് പോയിട്ടൊന്നും ഒരു കാര്യമില്ലടേ. ഇതെന്തോന്നു? ചാന്ദിനിയുടെ ജാതകമായിട്ട് 10ൽ 10 പൊരുത്തുള്ള പെർഫെക്റ്റ് ജാതകം. ഇതെവിടെ ഒപ്പിച്ച്? അതവരെ കുടുംബ ജോത്സ്യന് കുറച്ച് കാശ് കൊടുത്തപ്പം അയാൾ സെറ്റ് ചെയ്ത് തന്നത്. ബെസ്റ്റ്. നീ കൊള്ളാടാ കൊച്ചിറക്ക. എന്റെ കമ്മീഷന്റെ കാര്യത്തെ കുറിച്ച് തീരുമാനം. അയ്യോ, മാമിയുടെ ചക്കര മുത്ത്. അപ്പോൾ എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? കല്യാണത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്യാമല്ലോ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. 30 വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണം കഴിക്കാത്തൊരു പെൺകുട്ടി എത്രമാത്രം പ്രഷർ അനുഭവിക്കുന്നു എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ പ്രഷർ അനുഭവിക്കുന്നത് കൊണ്ട് ഇഷ്ടപ്പെടാത്ത ഒരാളെ കല്യാണം കഴിക്കുന്നതുകൊണ്ടും എനിക്ക് യോജിപ്പില്ല. നിങ്ങളുടെ ലൈഫ് പാർട്ണറാണ്. അപ്പം നിങ്ങളെ നന്നായി മനസ്സിലാക്കുന്ന, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ ചൂസ് ചെയ്യാം. വിഷിങ് യു ഓൾ ദ ബെസ്റ്റ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. പിന്നെ SKJ ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന